ഇതെൻ്റെ കയ്യിലുള്ള അഡീനിയം ആണ്. ഇതിപ്പോൾ നിറച്ച് പൂട്ട് നിൽക്കണതാണ്. നല്ല പിങ്ക് കളറാണ്. ഫുൾ നല്ല രീതിയിൽ എല്ലാ ബ്രാഞ്ചസിലും ഇത് ഒരുപാട് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഞാനിത് എപ്പോഴും കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ മറന്നു പോകും, അതാണ് കാര്യം. പ്രൂൺ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിരുന്നേനെ. എന്നിട്ട് പോലും ഇതിനകത്ത് നല്ല വെയിലുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ഫുൾ ഫ്ലവേഴ്സായിട്ട് ഇപ്പോൾ അടിയിലുള്ള ബ്രാഞ്ചിലും ചെറിയ മുട്ടൊക്കെ വന്നത്. ഇനിയും 2-3 മുട്ടകൾ വിരിയാനുണ്ട്. ഇത് പ്രൂൺ ചെയ്യണം. ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്ത് ഇതാക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കട്ട് ചെയ്ത പീസസിൽ നിന്നും ബ്രാഞ്ചസ് വരും, പുതിയ കിളിർപ്പ് വരും. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതെൻ്റെ കയ്യിലുള്ളൊരു ക്രേപ്പ് ജാസ്മിനാണ്. ഇതും അതേപോലെ ബുഷിയായിട്ട് വളർത്തുന്നാലാണ് നല്ല ഭംഗിയുണ്ടാവുള്ളൂ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കാതെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഫുള്ള് നല്ല ലോങ് ആയിപ്പോയി. എന്നാലും ഇതിനിപ്പോൾ അതിൻ്റെ അകത്ത് നല്ലത് വന്നിട്ട് വേണം ഇത് റെഡിയാക്കി വെക്കാൻ.